ഇത് 11 മണിക്ക് ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഉണ്ടാവും? മോത്തി, പ്രധാനമായിട്ടും നിരവധി വിവാദങ്ങൾ നിലനിൽക്കുകയും അതിനൊപ്പം തന്നെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ക്യാബിനറ്റ് ആരംഭിക്കും. ക്യാബിനറ്റിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ വന്നിട്ടുള്ള ചില പിശകുകൾ സംബന്ധിച്ച് ഹിന്ദു മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് PR ഏജൻസി മുഖേനയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ള പരാമർശമുണ്ട്. ആ പരാമർശത്തെക്കുറിച്ച് ഇതുവരെ സർക്കാരോ അതോടൊപ്പം തന്നെ മറ്റ് CPM ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളോ പ്രതികരിച്ചിട്ടില്ല. അത് മൂടി വെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. അതോടൊപ്പം തന്നെ DGP നൽകിയിട്ടുള്ള ADGPക്കെതിരെയുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് സംബന്ധിച്ച് എന്ത് തീരുമാനമായിരിക്കും ADGP അജിത് കുമാറിനെതിരെ സ്വീകരിക്കുക എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം ഉണ്ടാകും. കാരണം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഒരു അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വിവാദമായി നിൽക്കുന്ന പല കാര്യങ്ങളിലും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നാളെ 15ാം കേരള നിയമസഭയുടെ 12ാമത് സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ഈ 12ാം സമ്മേളനം ആരംഭിക്കുന്ന മുറയ്ക്ക് എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഘടകകക്ഷികളും പ്രതിപക്ഷവും വളരെ രൂക്ഷമായ രീതിയിൽ പല പ്രശ്നങ്ങളും ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയുണ്ടാകും. ആ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനായിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുക. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് നിയമസഭയിലെ ചോദ്യോത്തരത്തിൽ വന്നിട്ടുള്ള വെട്ടിത്തിരുത്തലുകളായാലും ശരി, അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങളെല്ലാം ഉയരുന്ന സാഹചര്യം. മാർഷേട്ട, ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ട്. കാരണം മാധ്യമങ്ങളാണ് തെറ്റ് ചെയ്തത് ഈ PR വിവാദത്തിൽ എന്ന് പറയുന്നു. ആ തരത്തിലുള്ള ആരോപണമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മലയാള മാധ്യമങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാണോ എന്നൊക്കെ ഒരു വെല്ലുവിളി പോലെ ചോദിക്കുകയുണ്ടായി. അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് മലയാള മാധ്യമങ്ങൾ മാപ്പ് പറയേണ്ടത് എന്ന് മുഖ്യമന്ത്രിയോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇവിടെ തെറ്റ് ചെയ്തത് ആരാണ്? PR ഏജൻസി ഉണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി ഇനിയും ഇവരുടെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നെങ്കിലും ആ മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അത്തരമൊരു ചോദ്യം എന്തായാലും സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതുവരെ ഉണ്ടാകട്ടെ വിവാദങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടാകും. അതിനുശേഷം മാത്രമേ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളെ വിളിക്കാറുള്ളൂ. എന്നാൽ കഴിഞ്ഞ തവണ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. സാധാരണ രീതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ശരി കാണാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സമീപനമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാദമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ മുന്നിലിപ്പുണ്ട്. പ്രത്യേകിച്ച് PR ഏജൻസി എങ്ങനെ വന്നു, അതോടൊപ്പം തന്നെ റിലയൻസുമായിട്ട് എന്ത് ബന്ധം മുഖ്യമന്ത്രിക്ക് തുടങ്ങിയിട്ടുള്ള അതിരൂക്ഷമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. കാരണം മുമ്പ് 2020 മുഖ്യമന്ത്രി തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിലിടയിൽ സംസാരിക്കാൻ വേണ്ടി ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലേക്ക് അന്ന് മാധ്യമങ്ങളെ അതീവ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു PR ഏജൻസിയുടെ സഹായം തേടിയെന്ന ദേശീയ പത്രമായിട്ടുള്ള ഹിന്ദു അറിയിക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു മറുപടി ഇതുവരെ നൽകുവാൻ വേണ്ടി പാർട്ടിക്കോ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർക്കോ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടെങ്കിലും PR ഏജൻസി സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി വേണം കാണാൻ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പല സ്ഥലങ്ങളിലും അദ്ദേഹം എത്തുമ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. എന്ന് മാത്രമല്ല, DGP റിപ്പോർട്ട് നൽകുന്നതനുസരിച്ച് എന്ത് നിലപാടാണ് അൻവർ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അൻവർ ഇത്ര രൂക്ഷമായ രീതിയിലേക്ക് മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. മുന്നണിക്ക് കീഴ്പ്പെട്ട് നിന്ന് പോകുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു. അത്തരം രീതിയിലുള്ള, എന്നാൽ ഇന്ന് അൻവർ എന്ന് പറയുന്ന ആൾ ഒരു ഇടതു സ്വതന്ത്ര MLA ആണെങ്കിൽ പോലും പാർട്ടി വിരുദ്ധനായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. പാർട്ടി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു.
തുടർച്ചയായ യോഗങ്ങൾ വിളിക്കുന്നു, അങ്ങനെ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു എന്നുള്ള തലത്തിലേക്ക് അൻവർ മാറിയിരിക്കുന്നു. അപ്പോൾ അൻവറിന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശം എന്ന രീതിയിൽ വന്ന വാർത്ത പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഈ ആരോപണങ്ങൾക്ക് എങ്ങനെയായിരിക്കും മറുപടി നൽകുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPI സംബന്ധിച്ചോളം അവരെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ആ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിന് ഇപ്പോഴും ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന CPIയുടെ ആവശ്യമുണ്ട്. ആ ആവശ്യത്തോട് എന്ത് പ്രതികരണം നടത്തുമെന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടും തീരുന്നില്ല. അദ്ദേഹം വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് ADGP അജിത് കുമാർ. അജിത് കുമാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്വർണം പൊട്ടിക്കലുണ്ടായിട്ടുള്ള ഇടപാടുകൾ തുടങ്ങിയവയെല്ലാം തന്നെ ഒരു രൂക്ഷമായ പ്രതിസന്ധിയായിട്ട് ഈ സർക്കാരിനെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വലച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ വിഷയമാണ്. ഒരു ADGP ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ പ്രതിസന്ധിയിലാകുന്നു. ഇടത് മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം തന്നെ സർക്കാരിനോട് ഈ അഭിപ്രായത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ മുന്നണിയിലും സർക്കാരിലും എല്ലാം തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചാണ് ഇനി തീരുമാനം ഉണ്ടാകുക. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് വിചാരിക്കാം. നേരത്തെ നിന്നും വ്യത്യസ്തമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വളരെ ക്ഷമയോടെ മറുപടി നൽകുകയും എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുന്നത് എന്നൊക്കെ ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയോടുകൂടി തന്നെയായിരിക്കും ഇന്ന് 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം.